7100 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ഫ്ലാറ്റ് വാങ്ങിക്കാനായിട്ട് കേരളത്തിലെ പ്രമുഖനായ ഒരു ബിസിനസ്സുകാരൻ റെസിഡൻസ് ഹോംസിൽ വരികയും ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നിലവിലുള്ള റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് വാല്യൂവിൽ ഏറ്റവും കൂടിയ വിലയ്ക്ക് അത്തരം ഒരു ഫ്ലാറ്റ് വിൽക്കാനായിട്ട് ഞങ്ങൾ ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് ഹൈദരാബാദിൽ നിന്നൊരു ഫ്ലൈറ്റ് വരികയും അതിൽ ഒരു വളരെ ജെന്റിൽമാൻ ആയിട്ടുള്ള ഒരു വ്യക്തി വന്നതിന് ശേഷം ഈ പ്ലാൻ എല്ലാം പരിശോധിക്കുകയെല്ലാം ചെയ്തു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ഇദ്ദേഹം ഒരു വാസ്തു കൺസൾട്ടന്റ് ആണ് മനസ്സിലായത്. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള വാസ്തു പലപ്പോഴും അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ സന്തോഷത്തിനെല്ലാം അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ എനർജി എല്ലാം സ്വാധീനിക്കും എന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും പറയുന്ന പോലുള്ള അളവുകൾ പ്രകാരമുള്ള വാസ്തു ഒന്നും ഞങ്ങൾ ചെയ്യാറില്ല. അതിന്റെ കാരണം വെച്ചാൽ യാതൊരു സയന്റിഫിക് ബേസ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ പൊസിഷൻസ് ഓഫ് റൂം അത് പലപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള പൊസിഷൻസ് ആണ് നമ്മുടെ പല പ്രധാനപ്പെട്ട വീടുകളുടെ ഭാഗങ്ങൾ കൊടുക്കാറ്. ഹൈദരാബാദിൽ നിന്ന് വാസ്തു ആ പ്ലാൻ പരിശോധിച്ച് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ അപ്രോച്ചാണ് കറക്റ്റ് എന്നാണ്. കാരണം വെച്ചാൽ ഒരിക്കലും വാസ്തുവിന് അളവുകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അളവുകളും വാസ്തുവും തമ്മിൽ നമുക്ക് ഒരു രീതിയിലും കണക്ട് ചെയ്യാൻ സാധിക്കില്ല. മറിച്ച് എനർജറ്റിക് ആയിട്ടുള്ള വെളിച്ചവും കാറ്റും കടന്നു വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ തടസ്സങ്ങൾ ഉണ്ടാക്കി നിർമ്മിതികൾ നിർമ്മിച്ച് ആ വെളിച്ചവും കാറ്റും നമ്മുടെ മുറികളുടെ അകത്തേക്ക് വരില്ല. അത് അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ എനർജി ലെവൽസിനെ ബാധിക്കും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സയന്റിഫിക് ട്രൂത്താണ്. വാസ്തു നമ്മൾ അത്രമാത്രമേ കാണാൻ പാടുള്ളൂ. അതായത് വീടിനകത്തേക്ക് പ്രകാശവും കാറ്റും കടന്നു വരുന്ന മുറിയാണ് എന്നുള്ള കൺസിഡറേഷനിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നും റെസിഡൻസ് ഹോംസ് ആ കാലഘട്ടത്തിൽ വിറ്റ ഏറ്റവും വലിയ വിലയ്ക്ക് ഞങ്ങൾക്ക് ആ ഫ്ലാറ്റ് വിൽക്കാൻ സാധിച്ചത്. 7100 സ്ക്വയർ ഫീറ്റിന്റെ ഫ്ലാറ്റ് ഇന്ന് കേരളത്തിൽ വിൽക്കുക എന്ന് പറയുന്നത് ഏകദേശം 10 വർഷം മുമ്പാണ്. സാധിക്കുക എന്ന് പറയുന്നത് ആ സമയത്ത് ഏറ്റവും വലിയൊരു സിംഗിൾ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആയിരിക്കും.